അതിന് പകരം വെക്കാൻ മറ്റൊരാൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇവിടെ ഇമ്രാൻ സാറ് മാസ്റ്റർ സബ്മിറ്റ് ചെയ്തത്. ഏതായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് സാറിനും അതുപോലെ തന്നെ സുമേഷ് സാറിനും ഇജാസ് സാറിനും ഒക്കെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ പരിചയമില്ലാത്ത കുറച്ച് ആളുകളിവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പരിചയമുള്ളവരും ഉണ്ട് താനും. അതുകൊണ്ട് പരിചയമില്ലാത്തവർക്ക്, ഷഫീഖ് സാറെ, ഇമ്രാൻ സാറെ, എന്നെ പരിചയമില്ലാത്തവരുണ്ടോ? എന്താണ് സ്ഥിതി? പരിചയമില്ലാത്തവരുണ്ട്? ഉണ്ട് അല്ലെ? ഉണ്ടോ? ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. കാരണം ഈ ആവർത്തന വിരസ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ആവർത്തന വിരസ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് തന്നെ പറയുക, കേട്ടത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തീരെ സമീപ നിൽക്കാനിട്ട് നേരമില്ല. മനുഷ്യനെ നിൽക്കാനിട്ട് നേരമില്ല. എന്നാ ഓടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് കാരണന്മാര് പറയാറ്. വില കൂടിയ വാച്ചൊക്കെ കൈമേൽ കെട്ടും, അതിൽ നോക്കാൻ പോലും മനുഷ്യന്മാർക്ക് സമയമില്ല. ഒരു നിമിഷം നിൽക്കാനിട്ട് നേരമില്ല, എന്നാൽ ഓടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ ഈ ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ എന്റെ ഈ സംസാരം തന്നെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും ഞാൻ ഷഫീഖ് സാർ പറഞ്ഞു, സാറേ എന്നെ വിളിക്കണ്ട, എന്നെ എല്ലാവർക്കും പരിചയമുള്ളതല്ലേ കേട്ടോ. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് എന്താ പറയാ, തുടക്കവും കൊടുക്കവും ഗംഭീരമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള ലാസ്റ്റ് വെള്ളിയാഴ്ച മീറ്റിംഗ് ആണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പോവുകയാണെന്നാ പറഞ്ഞത്. കോമൺ ആയിട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഹരമായിരിക്കും കേട്ടോ. എന്താ കാര്യം എന്നറിയോ? ഇപ്പൊ ഈ 40, 50, 60 ആളുകൾ, 70, 100 ആളുകളുള്ള സംഭവം അത് 200, 300 ആളുകളിലേക്ക് മാറാൻ പോവുകയാണ്. ഒന്ന്, വ്യത്യസ്തമായ ആളുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഒരുപാട് അച്ചീവേഴ്സ് ആയിട്ടുള്ള നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കണ്ണീരിൽ കുന്ന കിനാവും കണ്ണീരും കണ്ടുകൊണ്ട് കളിയും ചിരിയിലേക്കും എത്തിയ ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ കാണാൻ പോവാണ്. അതിൽ വനിതകളുണ്ട്, പുരുഷന്മാരുണ്ട്, എന്താ പറയാ, നേഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കർഷകരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ആശാരിമാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, കലക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലയിൽ നിന്നും വന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് ആളുകളുടെ കഥകള്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ ഈ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തല്ല 100 ഇരട്ടി വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ. സാധാരണക്കാര നമ്മളുടെ മനോഭാവവും ആ വിജയിച്ച ആളുകളുടെ മനോഭാവവും അല്ലെങ്കിൽ സ്കില്ല്, കഴിവും തട്ടിച്ചു വെച്ച് നോക്കുമ്പോ നമ്മളെക്കാൾ സ്കില്ലോ കഴിവോ കുറഞ്ഞ ആളുകളാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സൂം മീറ്റിങ്ങുകളും ഇനി തുടരാൻ പോവുകയാണ്. അപ്പൊ ആയതുകൊണ്ട് ഈ ഒരു ചെറിയൊരു കുഞ്ഞു പ്ലാറ്റ്ഫോമിന്റെ മീറ്റിങ്ങിന്റെ അവസാന ദിവസമാണ് എന്നാണ് ഷഫീഖ് സാർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നാ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഗംഭീരമാക്കാം അല്ലേ? കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാൻ ആരുണ്ട്. ഒരു കിളി വേടനോട് ചോദിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? സുഖലോലുപമായ സുന്ദരമായ പുഷ്പിച്ചു നിൽക്കുന്ന കാട്ടിൽ നിന്നും ഒരു കിളി പുറത്തേക്ക് വന്നു. അറിയാതെ പുറത്തേക്ക് വന്നു പോയതാ. ചിലപ്പോ അറിഞ്ഞായിരിക്കാം, ചിലപ്പോ വല്ല പ്രലോഭനങ്ങളിലൊക്കെ പെട്ട് ലക്ഷ്യങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നതാ. പക്ഷെ മനസ്സിലായി, അല്ല, എനിക്ക് രക്ഷ ഇവിടെ അല്ല എന്നുള്ളത്. അപ്പൊ കിളി ചോദിക്കുകയാണ്, കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കാടറിയാ കിളി കഥയറിയാ കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു, കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിന് പോകെ വഴി ചൊല്ലി. കിളിയോട് പറയാണ്, നിനക്ക് ഞാൻ കൂട്ടിന് പോകാൻ നിനക്ക് വഴി ചൊല്ലിത്തരാം. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിന് പോകെ വഴി ചൊല്ലി, ഇനിയും ഒരാറു കടക്കേണം, കിളി ഈറനുടുത്തു നടക്കേണം, കാണാൻ കൈത്തിരി കരുതേണം, കിളി കല്ലും മുള്ളും താണ്ടേണം. കാണാൻ കൈത്തിരി കരുതണം, ഇരുട്ട് വരും, ആ സമയത്ത് നീ കണ്ണ് കാണുന്ന നീ വെളിച്ചം ഉണ്ടാക്കണം. ഒരു എന്താ പറയാ, പന്തം എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ പറയാ. ഇപ്പൊ ഷഫീഖ് സാറിന്റെ ഭാഷയിലൊക്കെ പറയുന്ന സുറു എന്നൊക്കെ പറയും. സുറു അങ്ങനെ ഉണ്ടോ? ഓക്കെ. അപ്പോ പന്തം കരുതണം, കൈത്തിരി കരുതേണം, കല്ലും മുള്ളും താണ്ടേണം.
അതായത് നടക്കുന്ന വഴി വലിയ സുന്ദരമുള്ള വഴിയൊന്നുമല്ല. അപ്പോ അതിലൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാല് നിനക്ക് സുന്ദരമായ ആ പുഷ്പിച്ചു നിൽക്കുന്ന തോട്ടത്തിലേക്ക് നിൽക്കാം. അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ. അപ്പോ ഈ കിളിയോട് 5 വേടന്മാര് പറയാണ്, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. അയാള് പറയുന്ന വഴിയൊന്നും നീ കേൾക്കണ്ട. അയാള് പറയുന്ന വഴി എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും താണ്ടേണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ നിനക്ക് വേറൊരു വഴി പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ? ഒരു വേടൻ കണ്ണിന് കാണാത്ത ഓഴം പറയാണ്, നിനക്ക് സുന്ദരമായ ആ സ്ഥലത്തേക്ക് എത്താൻ, നിനക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. ആ വഴി പോയാൽ നിനക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. ആ വഴിയിൽ എന്താകണം, നീ കാണാൻ ഒരു കൈത്തിരി കരുതണം. അതായത് നിനക്കൊരു ലക്ഷ്യം വേണം, നിനക്ക് കണ്ണ് കാണണമെങ്കിൽ കൈത്തിരി കരുതണം. പിന്നെ കല്ലും മുള്ളും താണ്ടയണം, കല്ലും മുള്ളും വഴിയൊക്കെ താണ്ടയണം. ഇതൊക്കെ കഴിഞ്ഞാൽ നിനക്ക് ലക്ഷ്യത്തിലെത്താം. ഈ വഴിയെ കുറിച്ച് നമ്മൾ കേട്ടപ്പോ ഇതൊരു പ്രയാസമുള്ള വഴിയല്ലേ? ഇതൊരു പ്രയാസമുള്ള വഴിയാണോ അല്ലയോ എന്നുള്ളത് ഇവളോട് കുറച്ച് വേടന്മാര് വേറൊരു വഴി പറഞ്ഞു. ആ വഴി എന്താണെന്നറിയോ? ഒന്നാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീര് കുടിപ്പിച്ചു. രണ്ടാം വേടൻ കാതിലൊരിക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു. മൂന്നാമത്തവനെരിമണമേറ്റിയ പൂവുകളേറെ മണപ്പിച്ചു. പൊയ്യിലെ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടൻ ഉടുപ്പിച്ചു. അഞ്ചാം വേടൻ കാതിലൊരിക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു. ഈ 5 വേടന്മാരാണ് കൂടിയിട്ട് പറയുന്നത്, നിനക്ക് നല്ല ഞാൻ സാരി ഉടുത്തു തരാം, നിനക്ക് നല്ല പാട്ട് പാടിത്തരാം, നിനക്ക് മുന്തിരി കൊണ്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കി ചാറുണ്ടാക്കി തരാം. ഇങ്ങനെയുള്ള കുറേ വഴികൾ പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ കിളി എന്ത് ചെയ്തു എന്നറിയോ? ഇത് കവിത കുറേ ഉണ്ട്, പക്ഷെ ഞാൻ അതിന്റെ സാരാംശം മാത്രമേ പറയുന്നുള്ളൂ. ഈ കിളി എന്ത് ചെയ്തു വെച്ചാല് വേടന്മാരുടെ കൂടെ പോയി. തോഴൻ ചൊല്ലിയ തോരാതെ കിളി തോഴന്മാരുടെ കൂടെ പോയി. അങ്ങനെ തോഴന്മാരുടെ കൂടെ എങ്ങനെ പോയി? കാരണം പോകാൻ സുഖവും തുടങ്ങാൻ സുഖവും വേടന്മാര് പറഞ്ഞതായിരുന്നു. മറ്റേ ആള് പറഞ്ഞത് ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മൾ ഈ പ്ലാനൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ പ്ലാനില് അച്ചീവർ ആകാൻ വേണ്ടി നമ്മളോട് പറയാറുണ്ട്, എന്താണ്? കണ്ണിന് കാണാത്ത ഓഴം പറയാറുണ്ട്. എന്തെന്നാ, ഇതിൽ കുറച്ച് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ലിസ്റ്റ് ഇടണം, എന്നിട്ട് പ്ലാൻ കാണിക്കണം, അത് കഴിഞ്ഞാല് ഫോളോ അപ്പ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇങ്ങനെ കുറെ പണിയുണ്ട്. നിങ്ങൾ ആളുകളെ കാണണം, ടീം ബിൽഡപ്പ് ചെയ്യണം, പ്രോഗ്രാമിന് പോകണം, 6 മണിക്ക് എഴുന്നേൽക്കണം, മീറ്റിങ്ങിന് പങ്കെടുക്കണം. ഇങ്ങനെ കുറെ പണിയുണ്ട്. കല്ലും മുള്ളും താണ്ടേണം, കുറെ പരിപാടികൾ നമ്മളോട് പറയുകയാണ്. ഈ സമയമൊന്നും കേൾക്കാതെ വേറെ കുറച്ച് ആൾക്കാർ വന്ന് പറയണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം 1000 രൂപ കിട്ടും. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് എന്താക്കാം, ജീവിച്ചു പോകാം. മരിച്ചു പോകേണ്ട തടിയല്ലേ? ഏത് മരിച്ചു പോകേണ്ടതല്ല, കുറെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്നുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. സൊസൈറ്റിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ കുടുംബത്തിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ലൈഫ്, ആ പറയുന്ന ആളുകൾ മാത്രമാ സാർമാരെ അങ്ങനെ നിൽക്കുന്നുള്ളൂ. അവരുടെ മക്കളും ഭാര്യമാരോടും ചോദിച്ചു നോക്കുക, അവർ ഭയങ്കര സ്വപ്നങ്ങളും ഡ്രീമുകളും ഉള്ള ആളുകളാണ്. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ കാണാറുണ്ട്, ഒരു ബൈക്ക് അങ്ങനെ പോകുന്നു. ഒരു ബൈക്ക് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ഒരു ബൈക്ക് പോകുന്ന സമയത്ത് ആ ബൈക്ക് ഒരു കുടുംബനാഥന് ഓടിക്കുന്നുണ്ട്. ആ ടാങ്കിന്റെ മുകളിൽ ഒരു കൊച്ചിരിക്കുന്നുണ്ടാവും, ഒരു ചെറിയൊരു കുട്ടി. അതിന്റെ പുറകെ ഇയാൾ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ പുറകെ ഇയാളെ ഭാര്യ ഇരിക്കുന്നുണ്ടാവും. ആ ഭാര്യയുടെ മടിയിൽ മറ്റൊരു കുട്ടി ഇരിക്കുന്നുണ്ടാവും. ഈ ഭർത്താവിന്റെയും ഭാര്യയുടെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റൊരു കുട്ടിയും ഇരിക്കുന്നുണ്ടാവും. 3 മക്കളാണേ. എന്നിട്ട് വലത്തെ ഹാൻഡിലിന്റെ മുകളിൽ ഒരു കവർ തൂക്കിയിട്ടുണ്ടാവും. ഇടത്തെ സാരികാടിന്റെ ഇപ്പുറത്ത് ഒരു ആതിര ടെക്സ്റ്റൈൽസിന്റെ ഏതെങ്കിലും ഒരു കവർ ഇങ്ങനെ വലുതാക്കി കെട്ടി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ ബൈക്ക് ഈ യാത്രക്കാരൻ ഇങ്ങനെ, അതായത് വണ്ടി ഓടിക്കുന്നത് കുടുംബനാഥനായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഓടിച്ചു പോകുന്ന വാഹനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വാഹനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വാഹനം ഓടിക്കുന്ന ആളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മോശപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത് കേട്ടോ. ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാം. ഈ പറയുന്ന ആളായിരിക്കും ഒരുവിധം നമുക്ക് ജീവിച്ചു പോയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഞാന് ആ ആളുടെ കാര്യമല്ല പറയുന്നത്. ആ ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞ് നല്ല സുന്ദരമായ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടങ്ങനെ കണ്ണിലൊക്കെ കാറ്റടിച്ച് അങ്ങനെ പോവാണ്. പെട്ടെന്നാണ് ഒരു കാറ് അതിനെ ഓവർടേക്ക് ചെയ്യുന്നത്. ഒരു സ്വിഫ്റ്റ് കാർ ആയിക്കോട്ടെ, ഒരു 800 കാർ ആയിക്കോട്ടെ, നമ്മൾ വലിയ ബെൻസും ഇതൊന്നും പറയണ്ട, ഒരു സാധാരണ ഒരു കാറ്.
ആ കാർ അങ്ങ് ഓവർടേക്ക് പോകുമ്പോൾ ആ കാർ ഓടിക്കുന്ന ഒരു കുടുംബനാഥനാണ്. അതിന്റെ മുന്നിൽ ഭാര്യ ഇരിക്കുന്നുണ്ട്, അതിന്റെ പുറകിൽ 3 ഇതേപോലുള്ള മക്കളും ഇരിക്കുന്നുണ്ട് അല്ലെ. ഒന്നാലോചിച്ചൊക്കെ, ഈ മുന്നിലിരിക്കുന്ന കുട്ടി ആ കാറ് കണ്ടതിന് ശേഷം, ആ കാർ അങ്ങ് പോയതിനു ശേഷം ഈ കുട്ടി തിരിഞ്ഞ് ഈ ബൈക്ക് ഓടിക്കുന്ന പിതാവിന്റെ അല്ല അച്ഛന്റെ കുടുംബനാഥന്റെ മുഖത്തേക്ക് ഒരു നോട്ടം ഉണ്ടാവൂലേ? ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വെറുതെ മനസ്സിലൊന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ആ അർത്ഥമൊന്നും പറയില്ല. എനിക്ക് അങ്ങനെ അർത്ഥം വെക്കാൻ എനിക്ക് അറിയില്ല. ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? കുഞ്ഞിനുണ്ട് സ്വപ്നം. ആ മോനുണ്ട് സ്വപ്നം. ആ മോൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ളൊരു കാറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് പോകേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെയുള്ളൊരു കാറിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്നല്ലേ? നമുക്കും ഇങ്ങനത്തെ ഒരു കാർ എപ്പ കിട്ടും വാപ്പേ അച്ഛാ എന്നല്ലേ? ഈ ഒരു ചോദ്യത്തിന്റെ ആഗ്രഹം ആ കുഞ്ഞിലുണ്ടാകുമ്പോ ആ പുറകിലിരിക്കുന്ന ഭാര്യയുടെ ചിന്ത എന്തായിരിക്കും? ഇത് തന്നെയല്ലേ? ആ നടുവിലിരിക്കുന്ന കുഞ്ഞിന്റെ ചിന്ത എന്തായിരിക്കും? ഇനി അതൊക്കെ പോട്ടെ, ഡ്രീംസ് ഇല്ല, സ്വപ്നങ്ങളില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആ കുടുംബനാഥന്റെ മുന്നിലും പുറകിലും ഇരിക്കുന്ന ബാക്കിയുള്ള ആ ആശ്രിതരായിട്ടുള്ള ആളുകളുടെ ആഗ്രഹം ഇയാളെക്കാൾ വലുതാണ്. അത് കാണാതെയാണ് ഇയാൾ പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും മക്കളോടും ചോദിക്കണം, നമ്മൾ ഇങ്ങനെ തന്നെ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് ആണെങ്കിലും ഞാൻ ആ ഡ്രീമായിട്ട് പോലും, ഇല്ലെങ്കിൽ നമുക്ക് പണിക്ക് പോകണമെന്ന് പറയാട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഹാപ്പി ഫാമിലി, സന്തോഷമുള്ള കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബനാഥനോ കുടുംബനാഥയോ ആ കുടുംബത്തിലുള്ള മക്കളുടെയും ഭാര്യയുടെയും മാതാപിതാക്കളുടെയും ഇഷ്ടമുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിറവേറ്റി കൊടുക്കുവാനുള്ള കഴിവോ സമ്പത്തോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആണ് ആ കുടുംബം ഹാപ്പി ഫാമിലി ആവുകയുള്ളൂ. അല്ലെങ്കിൽ ആ കുടുംബം ഫാമിലി ആവുകയുള്ളൂ, ഹാപ്പി ഉണ്ടാവില്ല. നമ്മളെ സ്ലൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുന്നില്ല, നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോൾ കാണല്ലോ ഹാപ്പി ഫാമിലി എന്ന്. എന്നാ ഫാമിലി എന്ന് എഴുതിയാൽ പോരെ, എന്തിനാ ഫാമിലി? നമുക്കൊക്കെ ഫാമിലി ഉണ്ട്, ഹാപ്പി ഫാമിലി ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആ 5 കരിവേടന്മാരും അവരോട് എന്ത് പറഞ്ഞു? പൊയ്യിലെ വിന്തുടി പിന്നെ പൊതിഞ്ഞു തരാം, പിന്നെ പാട്ട് പാടിത്തരാം, മുന്തിരി നീര് കറക്കി തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഈ കിളി അങ്ങനെ കാട്ടിലേക്ക് പോവാണ്. പെട്ടെന്നാണ് എത്തിയതയ്യോ കാടല്ല ഇവിടെങ്ങും പൂവിനു മണമില്ല, എത്തിയതയ്യോ കാടല്ല ഇവിടെ എങ്ങും പൂവിന് മണമില്ല. അപ്പോഴാണ് ആ തോഴൻ, കണ്ണിന് കാണാ തോഴൻ പിന്നെയും വരുന്നത്. അപ്പൊ ആ കണ്ണിന് കാണാത്ത തോഴൻ കിളിയോട് പറയണം, നിന്നോട് ഞാൻ പണ്ട് ഉപദേശിച്ചതല്ലേ, പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ കരിവേടന്മാരുടെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിനക്ക് കുറേ സൗകര്യങ്ങളും സന്തോഷമൊക്കെ ഉണ്ടാവും, പിന്നെ നീ പ്രയാസപ്പെടും, ജീവിതത്തിൽ നീ പ്രയാസപ്പെടും, ബുദ്ധിമുട്ടുമെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. നമുക്ക് ചെറിയ എന്താ പറയാ, അന്നന്ന് കഴിയുന്ന ജോലിയും വരുമാനത്തിൽ നമ്മൾ കംഫർട്ട് സോണിലാണ്. നമ്മൾ ഒരു വല്ലാത്ത ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ നമുക്ക് കംഫർട്ടാണെന്ന്. പക്ഷേ ജീവിതത്തിൽ വിജയിച്ചവരാരും ആദ്യം കംഫർട്ട് സോണിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം അവര് ബുദ്ധിമുട്ടും പ്രയാസവും ഏറിയുണ്ടായിരുന്ന വഴിയിലുണ്ടായിരുന്നത്. അവസാനമാരാണ് അവർ കംഫർട്ട് സോണിലെത്തുന്നത്. ആ ജീവിതത്തിൽ ആദ്യം കംഫർട്ട് സോണിൽ ഇരിക്കുന്നവൻ അവസാനമായ പ്രയാസത്തിലേക്ക് എത്തുകയും, ആ ജീവിതത്തിൽ ആദ്യം പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ അവൻ അവസാനം കംഫർട്ട് സോണിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ ഏത് ആഗ്രഹിക്കുന്നു അതുപോലെയായിരിക്കും നമ്മുടെ ഈ ഒരു പ്രവർത്തനം. നിങ്ങൾക്ക് ഇപ്പൊ കംഫർട്ട് സോണിൽ ഇപ്പൊ നല്ല സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇരിക്കാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അവസാനം ആരും നോക്കാനില്ലാത്തൊരു കാലഘട്ടം വരും. ആ സമയത്ത് നമ്മളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. എന്നാൽ അന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്താണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകും. ലക്ഷ്യമുള്ളവന് എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് നയിക്കപ്പെടും. ഒന്നുകൂടി കേട്ടോളൂ, ലക്ഷ്യമുള്ളവന് എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് നയിക്കപ്പെടും. എന്നാ ലക്ഷ്യമില്ലാത്തവന് എന്ത് കൊടുങ്കാറ്റ് വന്നാലും 1 ഇഞ്ച് പോലും ചലിക്കുകയില്ല. സാറേ കറക്റ്റ് അല്ലേ? ലക്ഷ്യമുള്ളവനാണെങ്കിൽ
എന്ത് പ്രതിസന്ധിയിലെ കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും അവൻ മുമ്പോട്ട് നയിക്കപ്പെടും. ലക്ഷ്യമില്ലാത്തവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് പ്ലാൻ അല്ല, ഇനി എന്ത് പിന്നെ പിന്നെ എന്താ പറയാ മീറ്റിങ്ങോ ഇനി എന്ത് കൊടുത്താലും ഒരു ഇഞ്ചി പോലും മുന്നോട്ട് പോകില്ല. നമ്മുടെ ബിസിനസ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാടല്ല, കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. ഒരുപാട് ആളുകൾ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. കുറച്ച് ആളുകൾ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മളുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി എങ്ങനെയാ ഇപ്പൊ ഇത് ഇയാൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ എന്താ പറയാ, അവര് 4 കാറ്റഗറിയിൽ എന്ന് പറയുന്നത്, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് അല്ല, അവര് ഒബ്ലിഗേറ്ററി കടപ്പാടിന്റെ മുകളിലും കമ്മിറ്റ്മെന്റിന്റെ മുകളിലും നിർബന്ധത്തിന്റെ പേരിലും വന്നവരാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് വന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവും. ലക്ഷ്യങ്ങളുള്ള ആളുകളാണ് പഠിക്കാൻ തയ്യാറാവുള്ളൂ. പഠിച്ചു കഴിഞ്ഞാലാണ് അയാൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ആത്മവിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ അയാൾ ഇറങ്ങി പ്രവർത്തിക്കുകയുള്ളൂ. ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. റിസൾട്ട് ഉണ്ട ആളുകൾ മാത്രമേ സക്സസ് ഉണ്ടാക്കുകയുള്ളൂ. സക്സസ് ഉണ്ടായ ആളുകൾ മാത്രമാണ് വിജയികളായിട്ട് നാളെ ലോകത്ത് ജീവിക്കുകയുള്ളൂ. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ ഈ കരിവേടന്മാര് പറഞ്ഞ കഥ കേട്ടിട്ട് കാര്യമില്ല. കണ്ണിന് കാണാത്ത ഓഴം ചൊല്ലിയ കഥകൾ കേൾക്കണം. അയാൾ പറഞ്ഞു, നാവിന് വാക്കി, ഇനി ഏതായാലും നീ പെട്ടതോ പെട്ട്, നീ ഏതായാലും ഇവിടെ വന്ന് പെട്ടതോ പെട്ട്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നാവിന് വാക്കിൻ വാടുത്തരാം, തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം. നാവിന് വാക്കിൻ വാടുതരാം. ഈ ഒരു വരി പറയാനാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു. നാവിന് വാക്കിൻ, നിനക്ക് ഒരു ആയുധം ഇനി ഒന്നുമില്ല, നിനക്ക് ഇനി ഒരു ആയുധമില്ല, നിനക്ക് നിന്റെ എല്ലാം പോയി. ഇനി നിനക്ക് ഒറ്റൊരു ആയുധമേ ഞാൻ തരുന്നു. നാവിന് വാക്കിൻ വാടുതരാം, തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം. എന്താണ്? നാവിന് വാക്കിന്റെ മൂർച്ചയുള്ള വാളാകുന്ന അറിവ് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് നിനക്ക് സംസാരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. തീനാളം കൊണ്ടൊരു ചുണ്ടു തരാം. ഇനി അങ്ങനെയുള്ള ഒരു തീനാളം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചുണ്ടും നിനക്ക് ഞാൻ തരാം. വേറൊന്നും ഞാൻ നിനക്ക് തരില്ല. അതായത് തീനാളം കൊണ്ടുള്ള ചുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിയർക്കാനും അല്ലെങ്കിൽ നമുക്ക് അധ്വാനിക്കുമുള്ള ഒരു ശരീരം നമുക്ക് തരാം. ആ ഒരു ശരീരം ഓൾറെഡി നമുക്കുണ്ട്. നാവിന് വാക്കിൻ വാള് തരാം. നിനക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും നിനക്ക് ഈ ഒരു വ്യവസായത്തെക്കുറിച്ചും പറയുവാനുള്ള നാവിനുള്ള ശക്തി തരാം. ആ മൂർച്ച തരാം. ആ മൂർച്ച എവിടെന്നാ കിട്ടുന്ന പ്രിയപ്പെട്ടവരെ? ആ മൂർച്ച കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ GTS-ഉം നമ്മുടെ FSS-ഉം നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിങ്ങും. ഈ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് അറിവുകൾ നമ്മുടെ തലയിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ, ആ അറിവുകൾ നാവിലൂടെ വരുന്നു കഴിഞ്ഞാൽ ഏതൊരാളോടും നമുക്കിത് പറയാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. വരുമാനം കിട്ടുന്ന ആളുകളും ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. കുറഞ്ഞ വരുമാനം കിട്ടുന്നവരും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. തീരെ വരുമാനം കിട്ടാത്തവരുണ്ട്. തീരെ വരുമാനം കിട്ടാത്തവരിൽ ഈ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മാസങ്ങളിലോ ബിസിനസ്സിലേക്ക് വന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊക്കെ വരുമാനം കിട്ടാനാകുന്നേ ഉള്ളൂ. എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് 4-4.5 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇൻകം കിട്ടിയിട്ടുള്ളത്. അതുവരെ ഞാൻ പഠിക്കാനും ഇതിന്റെ കൂടെ നടക്കാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പോ എൻ്റെ ടീമിൽ വരുന്ന ആളുകൾക്ക്, നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾക്ക് ഏകദേശം 1 മാസം കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്, നമുക്ക് കഴിയുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ പഠിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വേഗത കൂട്ടിയിട്ടാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ 2 തരത്തിലെ ആളുകളുണ്ട്. ഒന്ന് ബിസിനസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. രണ്ടാമത്തെ ആളുകൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസിലേക്ക് എത്തിച്ചവരുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസം ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനും ഷഫീഖ് സാറും എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വാഹനം 2 എടുത്തു. ഷഫീഖ് സാറിന്റെ താറ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. ഞാനും എൻ്റെ കാറ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. എന്നാ പോവല്ലേ? അതാ ഞാൻ ഇറങ്ങി. ഞാൻ വയനാട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഷഫീഖ് സാറെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കോ, നമുക്ക് എവിടെ വെച്ച് കാണാം, അങ്കമാലി അമ്മാവന്റെ വീട്ടിൽ വെച്ച് കാണാം എന്നുള്ള പ്ലാനിങ്ങുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? വണ്ടി ഇന്നലെ എണ്ണയൊക്കെ അടിച്ചു കൊണ്ടുപോയി വെച്ചതാണ്. വണ്ടി എല്ലാം സെറ്റാണ്. വണ്ടി ഗിയർ ന്യൂട്രലിലേക്ക് ഇട്ടതിന് ശേഷം താക്കോൽ സോക്കറ്റിലേക്ക് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിന്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായോ? വണ്ടി സ്റ്റാർട്ടായി. അതിനുശേഷം അതേപോലെ നമ്മളുടെ കമ്പനിയിൽ ID അടിച്ച് ഒരു 5000 രൂപയുടെ സാധനം എടുത്ത് 3750 BV ആകുന്ന താക്കോലിട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി. ചില ആളുകൾ പറയും, ഞാനും 4 കൊല്ലമായി മോനെ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.
ഞാൻ 2 കൊല്ലമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ കാണും. എന്നാ ഇവിടെ മൈലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ് ആയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്താ ഇവർ രണ്ടു തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും 3250 BV എന്താ പറയാ പ്രൊഡക്റ്റ് വാങ്ങി സ്റ്റാർട്ട് ചെയ്തവരാണ്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വാഹനം ജസ്റ്റ് ഒന്ന് ക്ലച്ച് അമർത്തി ഗിയർ ഒന്ന് മാറ്റി ആക്സിലേറ്റർ കൊടുത്തപ്പോ വണ്ടി അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഷെഫീഖ് സാർ ഗിയർ ഒന്നും മാറ്റിയിട്ടില്ല, ആക്സിലേറ്റർ കൊടുക്കല്. എന്നാ ഷെഫീഖ് സാറിന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ മൊത്തം അറിയാ ഷെഫീഖ് സാർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മായി റേസിംഗ് ആണേ, ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം അറിഞ്ഞു. അങ്ങനെ ഏന്തി നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ടിങ് ആണ്. വണ്ടി ആക്സിലേറ്റർ രാവിലെ മുതൽ ഉച്ച വരെ കൊടുത്തു ആര്? ഷെഫീഖ് സാറ്. ഞാനും ഉച്ച വരെ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നതിന്റെ ഇടയിൽ ചെറിയ കുറച്ച് പണി ചെയ്യുന്നുണ്ട്. എന്താണ്? ക്ലച്ച് ഒന്ന് ചവിട്ടുന്നുണ്ട്, ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും, ചിലപ്പോൾ തേർഡിലേക്കും സെക്കൻഡിലേക്കും ഫോർത്തിലേക്കും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതും ഡ്രൈവർ സീറ്റിലാണ്, ഷെഫീഖ് സാർ ഇരിക്കുന്നതും ഡ്രൈവർ സീറ്റിലാണ്. ഞാൻ കൊടുക്കുന്നത് ആക്സിലേറ്റർ ആണ്, ഷെഫീഖ് സാർ കൊടുക്കുന്നതും ആക്സിലേറ്റർ ആണ്. ഷെഫീഖ് സാറും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് രണ്ടുപേരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്കമാലി അമ്മാവന്റെ വീട്ടിലെത്തുന്ന ആൾ ആരായിരിക്കും? അത് നിങ്ങൾ പറ. ആരെങ്കിലും ഒരാൾ പറയണം. എല്ലാരും ഉറങ്ങിയോ? ആരായിരിക്കും? അത് ഞാനായിരിക്കും. യെസ്, അത് ഞാൻ. കാരണം എന്താ? ഞാൻ ആ ഗിയറൊക്കെ മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ചെറിയൊരു പണി അതിനകത്ത് വേറെ എടുക്കുന്നുണ്ട്. ഇത് വണ്ടിക്കകത്തിരുന്നിട്ടേ. എന്നാ നാട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിലും ഈ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തവരാണ്. ഇനി ഷെഫീഖ് സാറ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, 2 മാസം അല്ല 6 മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്താലും ആ വണ്ടി അവിടുന്ന് ഒരു ഇഞ്ച് ഇറങ്ങിയിട്ടുണ്ടാവില്ല. എല്ലാവരുടെ മുമ്പിലും ഷെഫീഖ് സാറും മൈലൈഫ് സ്റ്റാർട്ട് ചെയ്തവരാണ്, നൂർഷയും മൈലൈഫ് സ്റ്റാർട്ട് ചെയ്തവരാണ്. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അങ്ങ് തട്ടിച്ചാൽ മതി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പല ആളുകളും ഇതിനകത്തുണ്ട്, പക്ഷെ ആക്സിലേറ്റർ കൊടുക്കുകയോ ഗിയർ മാറ്റുകയോ ചെയ്തിട്ടില്ല. എന്നാ അതിനുശേഷം മൈലൈഫ് സ്റ്റാർട്ട് ചെയ്ത കുറെ ആളുകളുണ്ട്. അവർ ആക്സിലേറ്റർ കൊടുക്കുകയും ഗിയർ മാറ്റുകയും കട്ടർ വരുമ്പോൾ ചവിട്ടുകയും ഹമ്പ് വരുമ്പോൾ ചവിട്ടുകയും നല്ല റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി പിടിച്ച് 100, 120 പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ലീഡേഴ്സ് എല്ലാവരും ഇവിടെ അങ്കമാലി അമ്മാവന്റെ വീട്ടിലെത്തുകയും ചെയ്യും. ഇവിടെ ആ ഒരു വ്യത്യാസം എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യമല്ല. നമ്മൾ എന്താക്കണം? സുരക്ഷിതരായി കഴിയാനുള്ള ഒരു മാനസികാവസ്ഥയല്ല വേണ്ടത്, മറിച്ച് അവസ്ഥയെ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയാണ് നമുക്ക് വളർത്തേണ്ടത്. വിപരീത കാലത്തെ നേരിട്ടിട്ടില്ലാത്ത ഒരാൾക്കും സ്വന്തം ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന ഇരിക്കുന്നു. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആഴ്ചയിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാൻ വേണ്ടി വന്നവരാ. ആഴ്ചയിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാൻ വേണ്ടി വന്നവരാ. ആ വരുമാനം വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാവും. നല്ലൊരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ബിസിനസ് വോള്യം നിങ്ങൾ കയറ്റുക. ഈ ബിസിനസ് വോള്യം കയറ്റാൻ വേണ്ടിയിട്ട് അധികമൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ അത്ര ബുദ്ധിമുട്ട്? നല്ലതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കൂ. നല്ലൊരു ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ കുട്ടികൾക്ക്, പിന്നെ എൻ്റെ മോൾക്ക് കല്യാണമാണ്. എൻ്റെ മോൾക്ക് കല്യാണത്തിന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോത്തീസിലേക്ക് പോകാൻ നേരത്ത് നിങ്ങൾ പറയണം, നിഷാ സിദ്ദീഖ് പറയാണ്, നൂർഷ സാറേ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങൾ കല്യാൺ ജ്വല്ലറിയിൽ വന്നിട്ട് നല്ല സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാൽ ശരി ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി നോക്കുമ്പോ ഞാൻ അവിടെ കയറാൻ ഉദ്ദേശിച്ചതേ അല്ല, നിഷാ മേഡം പറഞ്ഞപ്പോ കയറിയതാ. ഞാൻ എന്താക്കി, നേരെ തിരിച്ചു വന്ന് അവിടെ കയറി 1.5 ലക്ഷം ഇവിടെ സാധനം എടുത്തു കഴിഞ്ഞപ്പോൾ നിഷാ മേഡം സാധനം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിഷാ മേഡം പറഞ്ഞു, നിഷാ മേഡം വളരെ സന്തോഷം, പിന്നെ നിങ്ങൾ പറഞ്ഞ ആ സെലക്ഷനൊക്കെ അടിപൊളിയാണ്. 1.5 ലക്ഷം രൂപ ഡ്രസ്സ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിഷാ മേഡം എന്തൊക്കെ വണ്ടി എടുത്തിട്ട് നേരെ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ മാനേജർ ആ മാനേജർ ഒന്ന് എനിക്ക് കാണണം, കണ്ടിട്ട് എന്ത് ചെയ്യണം എനിക്ക്, ഞാൻ കാരണമാണ് ആ വയനാട്ടിലെ നൂർഷ ഇവിടെ വന്നിട്ട് സാധനം എടുത്തത്, ഡ്രസ്സ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് അതിന്റെ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് സത്യമാണ്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ അയാൾ കമ്മീഷൻ തരുമോ? ഇല്ല. അയാൾ കമ്മീഷൻ ഒരിക്കലും തരൂല. ചോദിക്കും നിങ്ങൾ ആരാന്ന് ചോദിക്കും.
എന്നാ കമ്മീഷൻ വേണ്ടപ്പോ എനിക്കൊരു സാരി തരുമോ? ഇല്ല. എന്നാ എനിക്കൊരു ഷാള് തരുമോ? ഇല്ല. എനിക്കൊരു കവറെങ്കിലും തരുമോ? ഒന്നും തരില്ല. കുറച്ചും കൂടി ശല്യം ചെയ്താല് സെക്യൂരിറ്റിനെ വിളിച്ചറിയും, വരുന്ന വിളിച്ച് പുറത്താക്കുന്ന പറയും. കാരണം എന്തിനാണ് നിങ്ങൾ എന്നെ അങ്ങോട്ട് വിട്ടത്, കല്യാൺ സിൽക്സിലേക്ക് വിട്ടത്? നല്ല മൊബൈൽ ഏതാ? ഈ മൊബൈൽ കേട്ടോ, ആ മൊബൈൽ വാങ്ങണ്ടട്ടോ, ഈ മൊബൈൽ വാങ്ങിയാൽ മതി. ആ സിനിമയ്ക്ക് കയറണ്ടട്ടോ, ഈ സിനിമയ്ക്ക് പോയാൽ മതി. ആ സ്കൂളിൽ ചേർത്തനട്ടോ, ഈ സ്കൂളിൽ ചേർന്നാൽ മതി. ആ പുട്ടുപൊടി വാങ്ങണ്ട, ഈ പുട്ടുപൊടി വാങ്ങിക്കോ. ആ സോപ്പ് വാങ്ങണ്ട, ഈ സോപ്പ് വാങ്ങിക്കോ. ആ വർക്ക്ഷോപ്പ് പോകണ്ട, ഈ വർക്ക്ഷോപ്പ് പോകണ്ട. അവിടെ സ്റ്റിച്ചിങ്ങിന് പോകണ്ട, ഇവിടെ തയ്യലിന് പോയിക്കോ. ആ അരി ബ്രാൻഡ് വാങ്ങണ്ട, ഈ അരി ബ്രാൻഡ് വാങ്ങിക്കോ. നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതൊക്കെ നമുക്ക് ആൻസർ ഇല്ലേ? നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്നും നിങ്ങൾ പറയില്ലേ? ഇതാണ് ബോധപൂർവം അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ. ഇത് നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ ബോധപൂർവം പറയും. അത് മനഃപൂർവ്വം പറയാൻ വേണ്ടി ഒരു സമയം ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. മറ്റേത് അവസരം വരുമ്പോൾ മാത്രമാ പറയുള്ളെങ്കിൽ ഇത് അവസരം നമ്മൾ ഉണ്ടാക്കി പറയുന്നു. ഏതാണ്? ആ പേസ്റ്റ് ഇല്ല, ആ പേസ്റ്റിനേക്കാൾ നല്ലത് ഈ പേസ്റ്റ് ആട്ടോ, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒന്ന് വാങ്ങി കഴിച്ചു നോക്ക്. കഫ്നീര് നല്ലതാണ്, വൂണ്ട് ഹീലിംഗ് മുറിവിന് തേക്കാൻ നല്ലതാണ്, കവചപ്രാശം നല്ലതാണ്, ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ കൃഷിക്ക് നല്ലതാണ്, റൗണ്ട് ബാർ നല്ലതാണ്, ടോയ്ലറ്റ് ക്ലീനർ നല്ലതാണ്. ഇതൊരു മനഃപൂർവ്വം നമ്മളൊന്ന് പറഞ്ഞു നോക്കിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ പറയുന്നത് നമ്മള്? എന്താ ആദ്യം തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റേത് അവസരം കിട്ടുമ്പോഴേ പറയുന്നുള്ളൂ, ഇത് അവസരം ഉണ്ടാക്കി പറയുന്നു. നേരത്തെ ഞാനും ഷഫീഖ് സാറ് വാഹനം സ്റ്റാർട്ടാക്കിയതുപോലെ ഇതിനകത്ത് എന്താക്കണം? മനഃപൂർവ്വം അവസരം ഉണ്ടാക്കി പറയുക, മറ്റേത് അവസരം കിട്ടുമ്പോൾ മാത്രം പറയുക. ഈ അവസരം ഉണ്ടാക്കി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. കുറച്ച് വരുമാനം കിട്ടണമെങ്കിൽ കുറച്ച് ആൾക്കാരോട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വരുമാനത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആളുകളോട് പറഞ്ഞാൽ മതി. കുറച്ചുകൂടി അധികം വരുമാനം കിട്ടണമെങ്കിൽ കുറച്ചധികം ആളുകളോട് പറയുക. ഒരുപാട് വരുമാനം കിട്ടണമെങ്കിലോ നിങ്ങൾ ഒരുപാട് ആളുകളോട് പറയണം. സാറേ, ഒരുപാട് ആളുകളോട് പറയാൻ എന്ത് ചെയ്യും? ഒരുപാട് ആളുകളോട് പറയണമെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നടക്കണം. നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കൂടെ വന്നവരോടും പറയുക, ഇതുപോലെ അങ്ങ് ചെയ്തേക്കുക. അതിന് എന്ത് ചെയ്യണം? ഇതുപോലുള്ള മോർണിംഗ് മീറ്റിംഗുകളുണ്ട്, ആ മോർണിംഗ് മീറ്റിങ്ങുകളിലേക്ക് കയറുക. നിങ്ങൾ എല്ലാ മാസവും, നമ്മൾ തുടക്കക്കാരാണ്, നമ്മൾ 2030 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കമ്പനി പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാൻ, നമ്മൾ ആ ബിസിനസിന് തൊട്ട് മുന്നിലുള്ള ഒരുക്കങ്ങളിൽ പെട്ട് നിൽക്കുകയാണ്. ആ ഒരുക്കങ്ങളിൽ തുടങ്ങുന്ന സമയത്ത്, ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും? നിങ്ങൾ കല്യാണമൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത മാമന്റെ മോളുടെ കല്യാണത്തിന്റെ അന്നൊക്കെ മറ്റുള്ള പുറമക്കാരൊക്കെ കല്യാണത്തിന് വിളിക്കുക, ആ അടുത്ത 25-ാം തീയതി കല്യാണം, അവരൊക്കെ 25-ാം തീയതി രാവിലെ വന്നാൽ മതി. നമ്മളൊക്കെയാണ് ആ കല്യാണം നടത്തുന്ന ആളെങ്കിൽ നമ്മൾ എന്ന് മുതലുണ്ടാവും? നമ്മൾ 10-ാം തീയതി മുതൽ അവിടെ ഉണ്ടാവില്ലേ? മഞ്ഞ കല്യാണം, പച്ച കല്യാണം, കറുപ്പ്, എന്താ പറയാ, മഴവിൽ കല്യാണമാണ്. മഴവില്ലിൽ എത്ര കളറുണ്ട് അത്രയും കളർ കല്യാണങ്ങളാണ് ഇപ്പോ. അപ്പൊ നമ്മൾ ആ കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയായിട്ടുള്ള 25-ാം തീയതി രാവിലെ നമ്മൾ അവിടെ ഉണ്ടാവും. ശരിക്കും നമ്മൾ ആ രാവിലെയുള്ള കല്യാണത്തിന്റെ ആ മാധുര്യം മാത്രമാണോ നമ്മൾ നുകരാറുള്ളത്? അല്ല, അതിന് തുടർച്ച മുന്നോട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളും നമ്മൾ പങ്കെടുത്തു, എൻജോയ് ചെയ്തു. അതേപോലെ 2030 ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനിയും ഉണ്ട് 5 വർഷം. ഈ 5 വർഷം ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ അവിടെയുള്ള വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനി തുടങ്ങുന്നത്, കമ്പനി GCC കൺട്രികളിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്? പ്രൊഡക്റ്റുകൾ പ്രത്യേകമായിട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, 1000-ലധികം പ്രൊഡക്റ്റുകൾ വരാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുമായി ടൈഅപ്പ് ആകാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക ഇതിന്റെ ഒരു വ്യവസ്ഥ. നമ്മുടെ കമ്പനി വളർച്ചയിലേക്കാണോ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ നോക്കിയാൽ മതി. മറ്റുള്ള ഏത് കമ്പനികളും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞു വരുന്നത് കണ്ടാൽ നമുക്കറിയാം ആ കമ്പനി താഴോട്ടേക്കാ പോകുന്നത്. എന്നാൽ നമ്മുടെ കമ്പനിയിൽ ഓരോ മാസങ്ങൾ കഴിയുന്തോറും ഉൽപ്പന്നങ്ങൾ കൂടി കൊണ്ടിരിക്കുകയാണ്. വളർച്ചയാണോ തളർച്ചയാണോ? ഇനി മറ്റുള്ള കമ്പനികളുടെ ഓരോ ജില്ലകളിലും പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നുണ്ടാവും. അത് ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്, നിങ്ങളൊന്ന് പഠിച്ചോളൂ. അത് കുറഞ്ഞു വരികയാണ്. എന്നാൽ നമ്മുടെ മൈ ലൈഫിന്റെയോ അത് കൂടി വരികയാണ്. വളർച്ചയാണോ തളർച്ചയാണോ? ഇനി മറ്റുള്ള കമ്പനികൾ നോക്കി ആളുകൾ കൊഴിഞ്ഞു പോയി അവർ നിന്ന് മറ്റു മേഖലയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന സമയത്ത് മൈ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് അങ്ങനെ കൊഴിഞ്ഞു വരുന്നവരും നല്ല നെറ്റ്വർക്ക് അന്വേഷിച്ച് നടക്കുന്നവരും ഈ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നു. അതിനകത്ത് ആളുകൾ അധികരിച്ച് വരികയുണ്ട്. വളർച്ചയാണോ തളർച്ചയാണോ? മുജ്ജന്മ സുഹൃതം കൊണ്ടാണോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നേരെ എത്തിപ്പെട്ടു. അത് നമ്മുടെ ഭാഗ്യം എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പൊ ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്.
നമുക്ക് വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നാവിനു വാക്കിൻ വാളുതരാം, തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം, പൊട്ടിച്ചെറിയുക ചങ്ങല തീറ്റുക, തിന്മകൾ നിറയും മാനവിക. ഞാൻ പറഞ്ഞു വന്നതറിയോ? പൊട്ടിച്ചെരിയുക, ചങ്ങല തീറ്റുക. അതായത് നമ്മുടെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ദാരിദ്ര്യങ്ങളുടെയും ഇല്ലായ്മകളുടെയും കഥ പറയുന്ന ആ ദാരിദ്ര്യത്തിന്റെ ചങ്ങല ഉണ്ടല്ലോ, അത് നമ്മളങ്ങോട്ട് പൊട്ടിച്ചെറിയുക. നിങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയുന്ന ആദ്യത്തെ ആൾ ആര്, ഏത്? നാളെ ഒരു സമൂഹം ചോദിക്കുമ്പോൾ അത് ഇന്ന ആളാണ് എന്ന് പറയുന്ന ആ പേരിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാക്കുക. അതിന് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഞാൻ ഇനി ഒരു വെല്ലുവിളിയാണ് നടത്താൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു 10 ലക്ഷം രൂപ ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് നിങ്ങൾ പറയുന്നിടത്ത് കൊണ്ടുതരാം. ലീഗലായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് എനിക്കൊരു 3 വർഷം കഴിയുമ്പോൾ ഈ 10 ലക്ഷം എനിക്ക് തരണ്ട, എല്ലാ ആഴ്ചയിലും ഒരു 2,10,000 രൂപ ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു ബിസിനസ് നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഇന്ന് ഞാനും ഷെഫീഖ് സാറും സുമേഷ് സാറും ആ പണിക്ക് പോകും. നിങ്ങളോട് ആരെയും ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ബുദ്ധിമുട്ടിക്കൂല. 10 ലക്ഷം രൂപ ഞങ്ങൾ അങ്ങ് തരാം. എല്ലാ ആഴ്ചയിലും ഒരു 2,10,000 രൂപ. അത് എഗ്രി ആയിരിക്കണം. വെല്ലുവിളിയാ. നടക്കൂല. ലക്ഷങ്ങൾ മുടക്കിയിട്ടൊന്നും ഇവിടെ എന്താക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കോഴിക്കോട് നിന്നൊരു വാഹനം, ഒരു ബൈക്ക് എടുത്തിട്ട് ബത്തേരി വരെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് ഒരാളെ കൊണ്ട് ഓടിപ്പിക്കാൻ എന്റെ പുറകെ നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 മുതൽ 50 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരുപാട് ബേക്കറികളും ഒരുപാട് മന്തി സ്റ്റാളുകളും ഒരുപാട് ടെക്സ്റ്റൈൽസുകളും ഒരുപാട് കമ്പനികളും തുറന്ന അതേ വേഗത്തിൽ പൂട്ടിയിട്ട് ആ പൂട്ടിയ ആളുകൾ അതിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ നടക്കുന്ന ആളുകളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു സാമ്പത്തിക മുടക്കൂല പ്രിയപ്പെട്ടവരെ. ഇവിടെ എന്ത് സാമ്പത്തിക മുടക്കാനുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനൊരു വാല്യൂ ഇല്ലാത്തതുപോലെ തോന്നുന്നത്. ഇത് ദൈവം കൊണ്ടുതന്ന വലിയൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. ഇതിനകത്ത് നിങ്ങൾ ഇടുന്ന എനർജിയും സമയവുമാണ് ഇതിനകത്തുള്ള മുതൽ മുടക്ക്. ആ എനർജിയും സമയവും മുതൽ മുടക്കായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ വരുന്ന ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഏതൊരാളും ഇന്നയാളെ കണ്ടാ മതി എന്ന് പറയുന്ന ഒരു ഫൈനൽ വേർഡിലേക്ക് പോകുവാൻ നമ്മുടെ പേരിനെ മുന്നിലേക്ക് വെക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒരു യൂറിഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നം, കിഡ്നി സ്റ്റോൺ, 16 വർഷക്കാലമായിട്ട് കിഡ്നി സ്റ്റോണിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ ഉൽപ്പന്നം ഉപയോഗിച്ച് അസുഖം പ്രശ്നങ്ങൾ മാറിയപ്പോൾ ഇത് നല്ലതാണല്ലോ എന്ന് മനസ്സിലാക്കിയതിന്റെ പുറകെ നടന്നതാ. എനിക്ക് ഈ അവസരം തന്നത് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഷമീർ മുഹമ്മദ് എന്ന വ്യക്തിയാ. എന്റെ ഫാദർ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, ഞാനും ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇയാൾ വലിയ ഏതോ ഒരാളൊന്നുമല്ല. സാധാരണക്കാരായി ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം ജീവിച്ചു കൊണ്ടുവന്നൊരു കുടുംബത്തിൽ ജീവിച്ചവനാ. ഒരു ഓടിട്ട് വീട്ടിൽ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ചോർച്ചയും കാര്യങ്ങളും ഒരൊറ്റ കട്ടിൽ ഞങ്ങൾ 5 പേര് ഒരുമിച്ച് കടന്ന് കാലങ്ങളും ജീവിച്ചു പോയവരാ. ഒരു സ്കൂളിലേക്ക് പോകാൻ ബാഗ് വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു ടിഫിൻ കാരിയർ, പിന്നെ പാത്രം തുറന്ന അടപ്പിൽ ചോറിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, നടന്നിട്ടില്ല. അപ്പോ ഇങ്ങനെ കഷ്ടപ്പെട്ടു വന്ന ഒരു കുടുംബത്തിലൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടും ദുരിതവും പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയും. ഓൾറെഡി പൈസ ഉള്ള ഒരാളൊന്നും അല്ല. അങ്ങനെ 3 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഒരു ജോബ് എനിക്ക് ഖത്തറിലുണ്ടായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു. എന്റെ വൈഫ് ടീച്ചറാ, ഖത്തറിലായിരുന്നു. അങ്ങനെ നല്ല വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നോമിനി ഫെസിലിറ്റി. നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ നോമിനിക്ക് നിന്ന് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമുക്കൊന്ന് വയ്യാതായി കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കേണ്ടതില്ല, നമുക്ക് ഈ കമ്പനി തന്നെ നമുക്ക് വരുമാനം തന്നുകൊണ്ടിരിക്കും. അതിനുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ എന്നെ ഇതിനകത്ത് ആകർഷിച്ചു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഒരു അറബി എനിക്ക് 1 റിയാലും അയച്ചു തന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസം ഞാൻ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ഇവിടെ കിടന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും മൈലൈഫ് എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് വരുമാനം അയച്ചു തന്നു. ഇത് വലിയൊരു പാടാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം നീട്ടിപ്പരത്തി പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശക്തമായ പ്ലാനിങ്ങും റെസ്പോൺസിബിലിറ്റിയും മണി മാനേജ്മെന്റും അതുപോലെ തന്നെ ലക്ഷ്യവും അതുപോലെ തന്നെ പ്രചോദനവും ഒക്കെ ഉൾക്കൊള്ളുന്ന സബ്ജക്റ്റുകളായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പൊ ആയതുകൊണ്ട് നാവിൻ വാക്കിൽ വാള് തരാം, തീ നാളം കൊണ്ടൊരു ചുണ്ട് തരാം. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മറ്റുള്ള ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ കഴിവ് കുറവ്, ആ കഴിവ് നികത്തുവാൻ വലിയൊരു ടീം ഉണ്ടാവും. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ സംസാരം അറിയുന്ന 2 പേരെ നിങ്ങൾ കൊണ്ടുപോവാ. എഴുതാൻ അറിയുന്ന ആളുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്, അവരെ 2 പേരെ നിങ്ങൾ കൊണ്ടുപോവാ.
നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലേ? നടക്കാൻ കഴിയുന്ന രണ്ടാളുകൾക്ക് നിങ്ങൾ ബിസിനസ് കൊടുക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി നടക്കും. അവരുടെ നടത്തവും അവരുടെ എഴുത്തും അവരുടെ സംസാരവും അത് നിങ്ങളുടേതായി മാറ്റുവാൻ ഈ ഒരു ഇൻഡസ്ട്രി നിങ്ങളെ വല്ലാതെ സഹായിക്കും. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്മ നിറഞ്ഞ ഈ ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് ഈ ബിസിനസ് കയ്യിൽ കിട്ടിയിട്ട് ചെയ്യാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ പോകുവാനുള്ള വലിയൊരു അവസരത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരു നന്മയാകുന്ന ഒരു അവസരത്തെ നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതുമായിട്ട് പുറത്തിറങ്ങാത്തവരെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആയതുകൊണ്ട് ഈ ഒരു നന്മ പ്രചരിക്കട്ടെ, ഈ ഒരു നന്മ പ്രസരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് ഖത്തറിലുള്ള ജോബ് റിസൈൻ ചെയ്ത് ഇപ്പൊ ഫുൾ ടൈം കരിയർ ആയിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. ഇതല്ലാതെ വേറൊരു ജോബും ഇല്ല. വളരെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇന്ന് എന്താ പറയാ, ഞാൻ ഒരു TC ആയിരിക്കെ ഇവിടെ വരുന്ന സമയത്താണ് ഞാൻ ഷെഫീഖ് സാറിനെയും സുമേഷ് സാറിനെയൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായുള്ള സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് വിവരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്രദേഴ്സിനേക്കാൾ വലിയ സൗഹൃദത്തിലാണ് ഞാനും ഷെഫീഖ് സാറും അരിത സാറും അതുപോലെ തന്നെ സുമേഷ് സാറും ഒക്കെ ഞങ്ങൾ ഇമ്രാൻ സാറിനെ ഹക്കീം സാറിനെ പോലുള്ള ആളുകൾ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ വിളിക്കുകയും ഞങ്ങൾ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറയാലോ, സത്യം പറയട്ടെ, ഞാൻ മനസ്സ് തുറന്നാ പറയുന്നത്, നമ്മുടെ കുടുംബത്തിലേക്കുള്ള ചില ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതിനേക്കാൾ ഉപരി സന്തോഷവും ആഹ്ലാദവും ഒക്കെ കിട്ടുകയാണ്. ഞാനിപ്പോ സുമേഷ് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഷെഫീഖ് സാർ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഷെഫീഖ് സാറും സുമേഷ് സാർ എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അറിയാം, എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം. ഭയങ്കരമായ സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇത്രയും നല്ല ബന്ധങ്ങളും സുദൃഢമായ സൗഹൃദങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ കഴിയുന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ. ഇനി വരുന്ന 2030 ശേഷം ദൈവം തുണച്ചിട്ടുണ്ടെങ്കിൽ, ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ, ഞാനും ഇതിനകത്തൊരു 2,10,000 രൂപ വാങ്ങുന്ന 3 ഐഡിയിൽ വാങ്ങുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നുണ്ടാവും. ആ സമയമാകുമ്പോഴത്തേക്ക് അതേപോലെ 2,10,000 രൂപ വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ ടീമിൽ ഉണ്ടാകും. അതിനുശേഷം ഞാനങ്ങ് ഈ ലോകത്ത് നിന്ന് അങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിന്റെ മുമ്പിൽ നിറച്ച് ബ്ലോക്ക് ആയിരിക്കും. കാര്യം എന്താണെന്നറിയോ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലകത്തും പുറത്തുണ്ടാകുമ്പോൾ അവരൊരു നോക്ക് കാണാൻ വേണ്ടി വരുന്ന, അതാണ് എൻ്റെ വിജയം, അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മള് കേറി വരുമ്പോ സന്തോഷവും പിരിഞ്ഞു പോകുമ്പോൾ കരച്ചിലും വരുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ ഈ ഒരു ഇൻഡസ്ട്രി അല്ലാതെ വേറൊന്നുമില്ല. കയറി വരുമ്പോൾ സന്തോഷവും പിരിഞ്ഞു പോകുമ്പോൾ സങ്കടവും വരാൻ ഈ ഒരു ഇൻഡസ്ട്രി അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അതുപോലെ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, നിങ്ങൾ പൊരുത്തപ്പെടണം. എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിനും കാണാം. ഓക്കെ, താങ്ക് യു.